ഒന്ന് രണ്ട് മഴ കഴിഞ്ഞതേ ഉള്ളൂ. വീടിന് ചുറ്റും പുല്ലുകൾ തേക്കാൻ കേട്ടോ. എന്ത് വളം ഇതുങ്ങൾക്ക് കിട്ടുന്നതെന്ന് അറിയാൻ പാടില്ല. പക്ഷെ നല്ല വളർച്ചയാണ്. എൻ്റെ ചെടികൾ വളമിട്ട് നോക്കണ ചെടികൾ പോലും ഇങ്ങനെ വളരുന്നില്ല. ഒരു ദിവസം ഞാൻ ഓടി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ചെടിച്ചട്ടികളുടെ ഇടയിൽ ഒരു പാമ്പ്. പാമ്പിനെ കണ്ടതും എൻ്റെ ജീവൻ അങ്ങ് പോയി. പക്ഷെ എന്നെ കണ്ടതും പാമ്പ് എൻ്റെ ജീവനും കൊണ്ട് ഒരൊറ്റ ഓട്ടം. കാരണം അതൊരു ചേരപ്പാമ്പായിരുന്നു. അതാണെങ്കിൽ അതിന്റെ ജീവനും കൊണ്ട് ഓടിയത് ഈ വഴിയെ കൂടെയാണ് കേട്ടോ. ഇന്ന് ചേര വന്നു, നാളെ അതിലും വലിയ കൊമ്പന്മാര് വരില്ല എന്ന് എന്താ ഇത്ര ഡൗട്ട്? കാട് പറിക്കാൻ ഇറങ്ങിയതിന് പിന്നിലെ പ്രചോദനം ഇതാണേ. ഞങ്ങൾ രണ്ടുപേരും മുറ്റത്തെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ നടക്കുന്ന കണ്ടിട്ട് ചാർലിക്ക് അങ്ങ് സഹിക്കുന്നില്ല കേട്ടോ. അവന്റെ ഈ കരച്ചിലും സങ്കടവും തോന്നി എന്നൊക്കെ അവനെ പുറത്തിറക്കിയിട്ടുണ്ടോ അന്നൊക്കെ ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് മുഴുവൻ ഓടാനുള്ള അവസരം അവൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. വഴി കൂടെ പോകുന്ന ആൾക്കാർ വരെ ശരത്തേണ്ണ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവനെ പിടിക്കുന്നിടത്ത് കൊണ്ട് ഇറക്കാമെന്നും പറഞ്ഞു. അതുപോലത്തെ അവസ്ഥയിൽ കൂടെ ഞങ്ങൾ ഇവൻ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ റിസ്ക് എടുക്കുന്നില്ല. വല്ലപ്പോഴും മാത്രമേ ഇവനെ അഴിച്ചു വിടാറുള്ളേ. നല്ല എരിപോലിയൻ വെയിലാണെന്ന് പോലും കണക്കാക്കാതെ എന്നെക്കാളും മുന്നേ വാക്കത്തെയും കൊണ്ട് ഇറങ്ങിയേക്കാണ്ടോ ശരത്തേട്ടൻ ഇനി ഇവിടെ മൊത്തം വെട്ടി വെടുപ്പാക്കിയിട്ടേ പുറകോട്ടുള്ളൂ എന്ന് പറഞ്ഞ്. ഞാനാണെങ്കിലോ വെയിലധികം കിട്ടാത്ത ഏരിയ നോക്കിയിരുന്ന് പുല്ലുപറിയോട് പുല്ല് പറയും. പുല്ലിങ്ങനെ മണ്ണിൽ നിന്ന് പറിച്ചെടുക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. എപ്പോഴും തണലത്ത് മാത്രം ഇരുന്ന് പണിയെടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സ്ഥാനം ഒന്ന് മാറ്റിപ്പിടിച്ച് അപ്പോഴത്തേക്ക് നട്ടുച്ച വെയിലും. അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ഒരു തോർത്തെടുത്തോണ്ട് തലയിൽ കെട്ടി കേട്ടോ. ആരാണ് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് പുല്ല് പറിക്കുമ്പോൾ സൂര്യപ്രകാശം മൊത്തം എന്നെ പുറത്താണ് അടിച്ചു കൊള്ളുന്നത്. പുറമാണെങ്കിൽ കരിഞ്ഞുണങ്ങി താൻ അടിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ തോർത്ത് വെച്ച് കെട്ടി പുറത്തിനെ അങ്ങോട്ട് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. എല്ലായിടത്തും പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. അത്യാവശ്യം വൃത്തിയും ഇനയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും പാമ്പ് കിടന്നാൽ പെട്ടെന്ന് കാണാം.